ഞങ്ങളുമായിട്ട് കളിയും ചിരി എപ്പോഴും ഞാനുമായിട്ട് തമാശ എപ്പോഴും പറയും നിൻ്റെ കൂടെ വന്നേ പിന്നെ ഇങ്ങനെ ഞങ്ങൾ കൂട്ടുകാരെ പോലെ ആയിരുന്നു, ഭാര്യയും ഭർത്താവും പോലെ അല്ലായിരുന്നു. വാവുട്ടാന്ന് വിളിക്കും, അങ്ങനെയായിരുന്നു എപ്പോഴും. എൻ്റെ പേര് മറന്നോന്ന് ഞാൻ ചോദിക്കും, ഇല്ല നീ എനിക്ക് വാവുട്ട തന്നെ എപ്പോഴും കുഞ്ഞാന്ന് പറയും. സന്തോഷം കുറച്ചെങ്കിലും സന്തോഷം അനുഭവിക്കുന്നത് ഞങ്ങളുടെ കൂടെ വരുമ്പോൾ, ഞങ്ങളുടെ ഇടയ്ക്ക് ഇരിക്കുമ്പോഴാണ്. അല്ലാത്തപ്പോൾ എല്ലാം ടെൻഷൻ ആൾക്ക് പുറത്ത് പോകുമ്പോൾ എല്ലാം ടെൻഷൻ. ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കുമ്പോൾ പുള്ളി സന്തോഷിക്കും, അല്ല ഞങ്ങൾ നല്ലൊരു ഡ്രസ്സ് ഇടുമ്പോൾ ആൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്, അല്ലാതെ ഞാൻ ആളെ അങ്ങനെ സന്തോഷമായിട്ട് കണ്ടിട്ടില്ല. എപ്പോഴും ഇങ്ങനെ ഞങ്ങളോട് ഇരിക്കുമ്പം. ഇപ്പോൾ എവിടെയെങ്കിലും ഞാൻ എപ്പോഴും പള്ളിയിലൊക്കെ പോകും, പള്ളിയിൽ പോകുമ്പോഴത്തേന് വിളി വരിച്ച് എപ്പോഴേ വാവട്ടെ വരുന്നത്, നീ വേഗം വരണേ. ഞാൻ ബസ്സിലാണ് പോകുന്നത്, അപ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് വരെ അങ്ങനെ എൻ്റെ കൂടെ ഒന്നും ബസ്സിൽ വന്നിട്ടില്ല. അപ്പോൾ ഈ ലാസ്റ്റ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ പള്ളിയിൽ നിന്ന് വന്നപ്പം എന്നോട് പറഞ്ഞു, വാവട്ടെ എനിക്കൊരാഗ്രഹമുണ്ട്. ഞാൻ ചെന്നായിട്ടാ ഞാനും കുഞ്ഞിവിടെ ഒരുങ്ങി നിൽക്കാം, അവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കാം, നമുക്ക് 3 പേർക്കും ബസ്സിൽ പോയിട്ട് ദോശ കഴിക്കണമെന്ന് പറഞ്ഞു ഇവിടെ ശരവണാസിന്ന്. അപ്പം ഞാൻ പറഞ്ഞു ശരി ചേട്ടാ. ഇവിടെ ബസ് വന്നപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ 2 പേരും കയറി ബസ്സിൽ വന്നിരുന്നു. ഭയങ്കര ഹാപ്പിയായിരുന്നു. കുഞ്ഞും ചേട്ടനും ഞാനും ചെന്ന് ഞങ്ങൾക്ക് ദോശ മേടിച്ചു തന്നു. തിരിച്ചതുപോലെ ബസ്സിൽ കയറി, തെങ്ങണായിന്ന് ബസ്സിൽ കയറിയപ്പം എല്ലാവരും ചോദിച്ചു ഇതെന്നാ സുചേട്ടാ ബസ്സിൽ? അതിനെന്നാ മക്കളെ ഞാനിങ്ങനെയാണ്, എനിക്ക് കുഞ്ഞുമായിട്ടൊന്ന് കുഞ്ഞിന് ഭയങ്കര ആഗ്രഹമാണ് ബസ്സിൽ കയറണം, അങ്ങനെ ഞങ്ങൾ ദോശ കഴിക്കാൻ വന്നാന്ന് പറഞ്ഞു. അങ്ങനെ അടുത്തിരുന്നപ്പോൾ കുഞ്ഞിൻ്റെ കളിയൊക്കെ കണ്ടപ്പോൾ അടുത്തുള്ള എന്നോട് പറഞ്ഞു, അവിടെ ഇതേ ഒരു 20 രൂപ എന്നിട്ട് ഒരു അപ്പച്ചൻ കൊടുത്താൽ കുഞ്ഞിന് മുട്ടായി മേടിക്കുക, കൊച്ചിൻ്റെ കളി ചിരിയെല്ലാം കണ്ടിട്ടെന്ന് പറഞ്ഞപ്പോൾ ചേട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ലാസ്റ്റ് ചൊവ്വാഴ്ച ഇങ്ങനെ തിരിഞ്ഞ് പിന്നെ ഒരുമിച്ച് അങ്ങനെ യാത്ര പോയില്ല. പിന്നെ പപ്പായെ ആശുപത്രി കാണാൻ വേണ്ടിയിട്ടായിരുന്നു ലാസ്റ്റ് ഒരുമിച്ച് പോയത്. എപ്പോഴും കുഞ്ഞ് സൂചിച്ചേട്ടൻ്റെ മടിയിൽ തന്നെയാണ്, യാത്ര പോയാലും എവിടെ പോയാലും ഏട്ടൻ്റെ മടിയിലാണ് കുഞ്ഞ്. അതുപോലെ സേഫാക്കിയാണ് ആളിരിക്കുന്നത്. വീടൊക്കെ പോയാലും പുള്ളി കുഞ്ഞിനെയാണ് മടി ഇരുത്തിക്കൊണ്ട് സേഫായിട്ട് പോകുന്നത്. ആൾ ഭയങ്കര സേഫാണ് നോക്കുന്നത് എപ്പോഴും. ശരിക്കും നിങ്ങൾ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ് എനിക്ക് അറിയാം, അതിൻ്റെ കഥ അറിയില്ല, ശരിക്കും ഒന്ന് പറയാവോ? എനിക്ക് പാഷാണ ഷാജിച്ചേട്ടൻ്റെ, അതായത് ആ മഴവിൽ മനോരമയുടെ അങ്ങനെയാണ് പറഞ്ഞത്. അതായത് ഷാജിച്ചേട്ടൻ ഞങ്ങളുടെ ചേട്ടൻ്റെ ആ ക്യാരക്ടറുള്ള പ്രോഗ്രാം, പാഷാണ ഷാജി ക്യാരക്ടറുള്ള പ്രോഗ്രാമിൽ ഏട്ടനുണ്ടല്ലോ, സുധിച്ചേട്ടനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിന് മുന്നേ എനിക്ക് അറിയില്ല സുധിച്ചേട്ടനെ. അപ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ മറ്റേ കല്യാണ ചെറുക്കനായിട്ട് അഭിനയിച്ചൊരു അതുപോലെ ജഗദീഷ് ചേട്ടൻ്റെ ഫിഗർ ചെയ്യുമ്പോഴേ അപ്പോൾ ഒരു നല്ലൊരു അറ്റാച്ച്മെൻറ്റ് എനിക്ക് പുള്ളിയോട് തോന്നി. ഫാമിലി ഒന്നും എനിക്കറിയത്തില്ല, ഫാമിലിയെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു, വൈഫില്ലായിരുന്നെന്നോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പം സുബീഷ് ഗിന്നസ് എന്ന് പറയുന്നത് നമ്മുടെ ചേട്ടനാണ്, അതായത് ഫ്ലവേഴ്സിൻ്റെ എൻ്റെ ഫ്രണ്ടായിരുന്നു, ഫ്ലവേഴ്സിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററായിരുന്നു, തമാർ പടാറിൻ്റെ. അപ്പോൾ ആളുടെ അടുത്ത് ഞാൻ ചോദിച്ചു സുധിച്ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ, ഒന്നിനുമല്ല നമ്പർ ഒന്ന് തരുമോ.